1 മാർക്ക് 2 മാർക്ക് 3 4 5 80-5 പൊട്ടി. എടാ മാർക്ക് കൂട്ടിട്ട് എങ്ങനെയുണ്ട്? 5.5 മാർക്ക്. 1/2 മാർക്ക് നിനക്ക് എങ്ങനെയാ കൂടുതൽ കിട്ടിയ? എന്റെ മത്സരം എന്നും നിന്റെ കൂടെയാണ്, അതുകൊണ്ട് മുൻതൂങ്ങി നിൽക്കും. എന്തോന്ന് മാർക്ക്? മിസ്റ്റർ അടപ്രഥമൻ, എന്തായി തന്റെ മാർക്ക്? ഒരു അടപ്രഥമൻ ബോയ്സ് ഹോസ്റ്റലിൽ വെക്കാൻ നമുക്ക് ഭാഗ്യം കാണോ? മാർക്കിൽ ഞാൻ തൃപ്തനല്ല. 80-ൽ 79 ആയിരിക്കും. അല്ല, 79.75. യവനെയൊക്കെ മുക്കാലി കെട്ടി അടിക്കണം. ഞാൻ ഈ മാർക്ക് അച്ഛനോട് എങ്ങനെ പറയും? മൂക്കൊണ്ട് പറ. എടാ പ്രഥമ, നിനക്ക് ഈ മാർക്ക് പോരേടേ? പോരാ. പഠിച്ചോണ്ടിരുന്ന എന്റെ മനസ്സ് ഇടയ്ക്ക് എവിടെയോ തെന്നി മാറാൻ കാരണക്കാരൻ നിങ്ങൾ രണ്ടുപേരുമാണ്. ഞങ്ങളാ? Yes, yes. You two are the absolute disturbance for losing my Karl Marx. നിനക്ക് മാർക്ക് പറഞ്ഞത് കാറൽ മാക്സ് എന്ത് ചെയ്തറാ? കാറൽ മാക്സ് അല്ല, എന്റെ നഷ്ടപ്പെട്ടു പോയ കാൽ മാർക്ക്. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മാർക്ക് കുറയാൻ കാരണം നീയാണെന്ന് പറഞ്ഞാൽ? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? റൈറ്റ്, ഞങ്ങൾ തോറ്റു, നീ ജയിച്ചു. മോഡൽ എക്സാം ആയത് കൊണ്ട് ഞാൻ വെറുതെ വിട്ടു. ഫൈനൽ എക്സാം വല്ലതുമായിരുന്നെങ്കിൽ കാണാമായിരുന്നു. നീ എന്തരയോടാ? വായിൽ തോർത്ത് തിരികെ കയറ്റി കൂമ്പിനിടിച്ച് അശയിൽ വിരിക്കും ഞാൻ. ഇല്ലത്തെ പാരമ്പര്യം എന്തെന്ന് നിങ്ങൾക്ക് അറിയില്ല. പ്രഥമ, നീ അങ്ങനെയൊക്കെ പറയാൻ വളർന്നോ? വളർന്നു. ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞ് ഈ റൂം വെക്കേറ്റ് ചെയ്യാൻ പോകുന്നു. എടാ പ്രഥമ, നീ അങ്ങനത്തെ കയ്യബത്തൊന്നും കാണിക്കരുത്. നീ ഇവിടെ വന്നതിന് ശേഷവും ഞങ്ങൾക്ക് അടുക്കും ചിട്ടയും വന്നത്, പ്രത്യേകിച്ച് കുളിയും പല്ലുതേപ്പും വരാ. അതെങ്ങനെ? കാരണം നിന്റെ പേസ്റ്റ് ഇംപ്രഷൻ തോർത്തെടുത്തിട്ട് നമ്മൾ കുളിക്കാൻ നിനക്കൊക്കെ ചെയ്യണത്. ആ പേസ്റ്റ് ഒന്നും തരൂ, ഒന്ന് പല്ലിച്ചില്ല. ഈശ്വര, 100% കീടാണു. എന്റെ സോപ്പ് എനിക്ക് അലർജി വരത്തേ ഉള്ളൂ. അങ്ങനെ അലർജി എന്ന് വരുമെന്ന് നീ പേടിക്കണ്ട. കൂടിപ്പോയാ വട്ടച്ചൊറി. ഇവന്റെ ഇടുക്കിന്റെ അവിടെ ചെറുതായിട്ടുണ്ട്, കണ്ടുപിടിക്കില്ലെന്ന് കരുതിയ. അപ്പൊ എന്റെ അടുത്ത് ചോദിക്കാതെ എന്റെ പാർലേജി ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചതും നിങ്ങളായിരുന്നു അല്ലേ? ട്രീറ്റീസ്. അതിന്റെ ഗതികേടം നമുക്കില്ല പ്രഥമ. നീ പാർലേജ് ബിസ്ക്കറ്റ് ആർക്കും കൊടുക്കാതെ കഴിക്കണ കണ്ടോണ്ട് അന്ന് രാത്രി ശങ്കരൻ, എന്റെ ചങ്ക് കൂട്ടുകാരൻ, എനിക്ക് പാർലേജ് ബിസ്ക്കറ്റ് വാങ്ങിച്ചോണ്ട് വന്നു, അറിയാമോ? എടാ, അന്ന് വാങ്ങിച്ചോണ്ട് പാർലേജി ബിസ്ക്കറ്റ് ഇല്ലേ, അത് ഇവന്റെ ബാഗിന്റെ അടുത്ത് തന്നെ. ഞങ്ങൾക്ക് അങ്ങനത്തെ ഗതികേടില്ലടാ. ഇത് ഞാൻ സാറിനോട് കംപ്ലൈന്റ് ചെയ്യും. എന്റെ അടപ്രഥമ, ഈ സ്കൂൾ ലൈഫ് ഒക്കെ കഴിഞ്ഞാൽ നിനക്ക് ഓർക്കാൻ ഇവന്റെ വട്ടച്ചൊറി നമ്മളെ ഈ തമാശകളൊക്കെ അല്ലേ ഉള്ളൂ. ജസ്റ്റ് ലീവ് ഇറ്റ് മാൻ. ഞാൻ വഴങ്ങില്ല. അങ്ങനെയാണെങ്കിൽ പാർലേജിക്ക് പകരം നമ്മൾ നിന്റെ അടുത്ത കറുത്ത കർച്ചീഫ് തിരിച്ചു തരാം. ഏത് കർച്ചീഫ്? ഏതെന്നാ? അതാണ്ട് ഇത്. ഈശ്വര, മരിച്ചുപോയി എന്റെ അപ്പൻ തന്ന കാണാതെ പോയ കോണകം. കോണകോ? ഈ വൃത്തികെട്ട സാധനം മുഖത്ത് കെട്ടിയാണല്ലോ ഈശ്വര ഞാൻ സുന്ദരി പൊട്ടിത്തൊള്ള മത്സരത്തിൽ പങ്കെടുത്തത്. ബൈക്കിൽ പോകുമ്പോ പൊടിയടിക്കാതിരിക്കാൻ വേണ്ടി ഇത് മാസ്ക് ആയി കെട്ടി മാസ്ക് കാണിച്ച ഞാൻ ആരാ ഏട്ടാ? പോടാ പോടാ അവിടെ